വിവാഹബന്ധം വേർപെടുത്തിയ ഭാര്യ ഭർത്താവിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കണ്ണൂർ കുടുംബ കോടതിയുടെ വിധി. നമുക്കറിയാം, മുസ്ലിം നിയമപ്രകാരം തലാക്ക് ചൊല്ലുന്നതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. തലാക്ക് 3 പ്രാവശ്യം ചൊല്ലിയാൽ മൂന്നാമത്തെ തലാക്കോടുകൂടി അത് എഫക്റ്റിലാവും. ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താം മുസ്ലിം നിയമപ്രകാരം. അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ അവകാശമുണ്ട്. അവർക്ക് ഭർത്താവുമായിട്ടുള്ള ബന്ധം കുല മുഖേന വേർപെടുത്താം. അങ്ങനെ ഒരു സംഭവമാണ് കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ഉണ്ടായ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ കുടുംബ കോടതിയുടെ വിധി വന്നത്. കുടുംബ കോടതി ജഡ്ജി RL ബൈജു ആണ് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് ഉത്തരവിട്ടത്. 2022 ജൂൺ 17 ഹർജിക്കാരൻ പാപ്പിനിശ്ശേരിയിലെ സ്വദേശിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ഹർജിക്കാരന് ന്യൂസിലൻഡിലാണ് ജോലി. വിവാഹത്തിന് ശേഷം പെൺകുട്ടിയെ ന്യൂസിലൻഡിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവരുടെ വീട്ടുകാർക്ക് വലിയ സന്തോഷമായിരുന്നു. ഏതായാലും വിവാഹം നടന്നു. ന്യൂസിലൻഡിൽ കൊണ്ടുപോകാനായിട്ടുള്ള പാസ്പോർട്ട് എല്ലാം റെഡിയായി, ടിക്കറ്റ് വരെ എടുത്തു. ആ സമയത്ത് പെൺകുട്ടി പോകാൻ തയ്യാറായില്ല. ഭർത്താവിനൊപ്പം പോകാൻ വിസമ്മതിച്ചു. അതിനുശേഷം ആ പ്രശ്നം ഗുരുതരമായി. ആ പെൺകുട്ടി അവസാനം കുല ചൊല്ലി. ഭർത്താവിനെ വേണ്ട, മുസ്ലിം നിയമപ്രകാരം കുല ചൊല്ലി ഒഴിവാക്കി. ഇതിനെതിരായിട്ടാണ് ഭർത്താവ് കുടുംബ കോടതിയിൽ കേസ് കൊടുത്തത്. മുസ്ലിം നിയമപ്രകാരം ഒരു കുല ചെയ്തു കഴിഞ്ഞാൽ, ആ ബന്ധം ഭാര്യ വേർപ്പെടുത്തിയാൽ ഭാര്യ ഭർത്താവിന് നഷ്ടപരിഹാരം കൊടുക്കണം. അത് ഈ കോടതിയിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിയായി. അതേസമയത്ത് വിവാഹ സമയത്ത് ഭർത്താവ് ആ പെൺകുട്ടിക്കിട്ട ഏകദേശം 75 ഗ്രാം സ്വർണവും മടക്കി കൊടുക്കാൻ വിധിയായി. ആ സ്വർണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ 7,22,212 രൂപ സ്വർണത്തിൻ്റെ വില നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. RL ബൈജു എന്ന ജഡ്ജിൻ്റെ ഉത്തരവാണിത്. അദ്ദേഹം മുസ്ലിം നിയമപ്രകാരമാണ് ഈ കോമ്പൻസേഷനും വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള അനുമതി കൊടുത്തത്. കാരണം അത് കുല മതാചാരപ്രകാരം തലാക്കും കുലയും മുസ്ലിം വിവാഹത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ മതം തന്നെ അനുവദിക്കുന്നതാണ്. അവിടുത്തെ ഇമാമിൻ്റെ മുമ്പിൽ സാധാരണഗതിയിൽ തലാക്ക് ചൊല്ലിയ ആൾ അവിടെ പ്രശ്നങ്ങൾ മതപരമായി ആ തലാക്ക് അവരുടെ മതപരമായ നിയമത്തിലേക്ക് കൊണ്ടുവരും. പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും തലാക്കിന് പകരം കുല ചൊല്ലാം. ഭർത്താവിനെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. അന്നേരം മെഹർ തിരിച്ചു കൊടുക്കണം. അതനുസരിച്ചാണ് കോടതിയെ 75 ഗ്രാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിരുന്നു ഭർത്താവ്. കൂടാതെ ഭാര്യ അവർ തന്നെ വിവാഹബന്ധം വേർപെടുത്തിക്കൊണ്ട് കുലായതുകൊണ്ട് 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാനും വിധിയായി. ഇതിനകത്ത് അഡ്വക്കേറ്റ് PP മുബഷിർ അലി എന്ന അഡ്വക്കേറ്റാണ് വാദിക്ക് വേണ്ടി ഹാജരായത്. ഇത് സുപ്രധാനമായ ഒരു വിധി തന്നെയാണെന്ന് കണക്കാക്കേണ്ടി വരും. നമ്മൾ ധാരാളം തലാക്കാണ് കേട്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്കും മുസ്ലിം സ്ത്രീകൾക്കും തലാക്ക് പോലെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കളയാൻ വല്ല ബന്ധം വേർപ്പെടുത്താൻ അവകാശമുണ്ട്. അതാണ് കുല. അപ്പോൾ കുലപ്രകാരമാണ് കോടതി ഈ വിധി പ്രസ്താവിച്ചതെന്ന് കരുതുന്നു. വിവാഹമോചനം നമുക്കറിയാം പല കാരണത്താൽ ഉണ്ടാകാം. പീഡനം ഉണ്ടാവും, മാനസിക പീഡനം ഉണ്ടാകും, ശാരീരിക പീഡനം ഉണ്ടാകാം. ഈ പെൺകുട്ടി ഭർത്താവിന് ഈ ന്യൂസിലൻഡുകാരനുമായിട്ട് വിവാഹത്തിന് ശേഷം അതിനുശേഷം ന്യൂസിലൻഡിൽ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വിവാഹം നടത്തിയെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഭർത്താവുമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവണം. എന്താണ് പ്രശ്നമെന്ന് ആ പെൺകുട്ടിക്ക് അറിയാം. എന്തായാലും അവരെ കുല നടപ്പാക്കി. അതിൻ്റെ പ്രകാരം വിവാഹബന്ധം വേർപെടുത്തിയത് കൊണ്ട് അവർ വേറൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണ്. ഏതായാലും കോടതിയിൽ അയാൾ കേസ് ഫയൽ ചെയ്തു. കാരണം ആ പെൺകുട്ടി തിരിച്ചു വരില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നിയമപരമായിട്ട് ഒരു വേർപെടുത്തൽ വേണം. ഡൈവോഴ്സ് അനുവദിച്ചു, നഷ്ടപരിഹാരവും അനുവദിച്ചു. കുല എന്ന മതപരമായ ആ ചടങ്ങ് അത് ലീഗലൈസ് ചെയ്യുകയും ചെയ്തു. ഇത് നമുക്ക് പല ആൾക്കാരുടെയും കേസുകളിൽ തലാക്ക് ചൊല്ലിയതാണോ സാധാരണഗതി മുസ്ലിം സ്ത്രീകൾ
അവർ നഷ്ടപരിഹാരത്തിനും കോമ്പൻസേഷനും ഒക്കെ വേണ്ടി ധാരാളം കേസുകൾ ഇന്ത്യൻ നിയമം അനുസരിച്ച് സോഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചൊക്കെ കേസ് ഫയൽ ചെയ്യുന്നത്. പക്ഷേ കുലായോ അതുപോലെ തലാക്കോ ചൊല്ലിയാൽ അത് മതപരമായ ഒരു കർമ്മമാണ്. പക്ഷേ അത് ലീഗലൈസ് ചെയ്യണം. ഇന്ത്യയിലെ സോഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അത് രണ്ടുപേരും പൊരുത്തത്തോടെ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുമ്പം അവർ രണ്ടുപേരും ജോയിൻ്റായിട്ട് കോടതിയിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് അത് ലീഗലൈസ് കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ചടങ്ങിന് ഒരു ലീഗൽ ബേസ് ഉണ്ടാവുകയുള്ളൂ. സാധാരണഗതിയിൽ ഏത് മാരേജ് ആയാലും ശരി, അത് ഓരോ ജാതി മതം ആചാരപ്രകാരമൊക്കെ നടക്കുകയും ഒഴിവാക്കുകയൊക്കെ ചെയ്തെങ്കിലും അത് നിയമപരമായി ഇന്ത്യയിൽ വേർപെടുത്തണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ പരിധിയിൽ വരണം. അത് രണ്ടു കൂട്ടരും അത് സമ്മതമാണെങ്കിൽ ജോയിൻ്റ് ഒരു പെറ്റീഷൻ കൺസേൺഡ് ഫാമിലി കോടതി കൊടുത്താൽ അത് അനുവദിക്കും. അത് ഓർഡറാവും. കോടതി രണ്ടു കൂട്ടരുടെയും ആ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെ അഫിഡവിറ്റോ അല്ല രണ്ടു കൂട്ടരെയും കേട്ട ശേഷം അത് ലീഗലൈസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്ന പതിവ്.